സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓറഞ്ചും ക്യാരറ്റും വെച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. അതിന് ആദ്യം ഈ ക്യാരറ്റ് എടുത്ത് തോല് കളഞ്ഞെടുക്കാം. ക്യാരറ്റിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇതിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. ക്യാരറ്റ് പുഴുങ്ങി കഴിക്കുന്നതും നല്ലതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മഞ്ഞൾ വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ ഇട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ തോല് കളയാൻ പറ്റുന്നതെല്ലാം തോല് കളഞ്ഞുപയോഗിക്കുന്നതാണ് നല്ലത്. പുറമേ നിന്ന് ജ്യൂസൊന്നും കുടിക്കരുത്. കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ലത്. വീട്ടിൽ നിന്നാവുമ്പോൾ നമുക്കെല്ലാം വൃത്തിയോടുകൂടി ഉണ്ടാക്കി കഴിക്കാം. ഈ ജ്യൂസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ജ്യൂസാണ്. ഇതിൽ തേനും ഒഴിക്കുന്നുണ്ട്. തേനിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഒരു ഓറഞ്ച് പൊളിച്ച് കുരുവെല്ലാം കളഞ്ഞു വെച്ചത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ, ഇവയെല്ലാമാണ് വേണ്ടത്. ഇനി ഇത് ഓരോന്നായി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഇതിലിട്ടത് പച്ചമഞ്ഞളാണ്. അത് തൊലിയെല്ലാം കളഞ്ഞ് ഇട്ടതാണ്.
മഞ്ഞളിൻ്റെ സ്വാദ് എടുത്ത് കാണിക്കും. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമാവില്ല. കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഹണി നല്ലതുപോലെ ഒഴിച്ചാൽ മതി. പച്ചമഞ്ഞളും ഇഞ്ചിയും എല്ലാം നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ക്യാരറ്റും ഓറഞ്ചും. ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇത് ജ്യൂസ് അടിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിക്കാതെ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കഴിക്കാൻ പറ്റുന്ന ഫൈബർ എല്ലാം കഴിക്കുന്നതാണ് നല്ലത്. മഞ്ഞളിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇടണമെന്നില്ല. ഒരു നുള്ള് ഉപ്പ് കൂടി ഇടാം, അത് സ്വാദ് കൂട്ടും. നല്ല മഞ്ഞളാണെങ്കിൽ ഇടുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇട്ട് ഹണി ഒഴിച്ച് കുടിച്ചു നോക്കൂ. കഴിയുമെങ്കിൽ ഇതുപോലൊരു ജ്യൂസ് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.